അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതികളിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതേ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹർജികളിലും സുപ്രീം കോടതി അയച്ചിരിക്കുന്ന നോട്ടീസിന് 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകുവാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് കേരളം ഒരു ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയിരുന്നു. ജസ്റ്റിസ് വി കെ മോഹൻ്റെ അധ്യക്ഷതയിലായിരുന്നു ആ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ റിട്ട് ഹർജി കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരം റിട്ട് ഹർജി ഫയൽ ചെയ്യാനുള്ള അധികാരമില്ല എന്നാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2003 കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഈ ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരമുള്ള അധികാരം ഇ ഡിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നും കേരളം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇ ഡി ഒരു ജൂറിസ്ഡിക്ട് പേഴ്സൺ അല്ല എന്നതാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ, സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. ഇന്ന് കോടതി കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഹർജി ഒരുമിച്ചാണ് പരിഗണിച്ചത്. തുടർന്ന് ഇക്കാര്യത്തിൽ ഇ ഡിയുടെ കൂടി നിലപാടറിഞ്ഞ ശേഷം വിശദമായ വാദം കേൾക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ച് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. ഏതായാലും ഇ ഡിക്കെതിരെ ഒരു പുതിയ നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്.